നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീതജ്ഞനെ നമുക്കേവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയാത്ത ഒട്ടേറെ പേർ നമ്മുടെ ഇടയിലുണ്ട്. RK ശേഖർ എന്ന പേര് കേട്ട സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 43 വയസ്സിൽ അദ്ദേഹം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഗീത ലോകത്തുണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രശസ്ത ചലച്ചിത്ര ഗാന സംവിധായകരായി തന്നെ അദ്ദേഹത്തെ എണ്ണിയെടുക്കാം. മലയാള ചിത്രങ്ങൾക്കും അതുപോലെ തന്നെ തമിഴ് ചിത്രങ്ങൾക്കും അദ്ദേഹം ഈണം നൽകിയിട്ടുണ്ട്. അതും വളരെയേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾക്ക്. ഗാനങ്ങൾ സംവിധാനം ചെയ്യുന്നതിലുപരി അദ്ദേഹം ഒരു നല്ല മ്യൂസിക് കണ്ടക്ടറും അതുപോലെ തന്നെ ഒരു മ്യൂസിക് അറേഞ്ചറുമായിരുന്നു. 100-ലധികം സിനിമകൾക്ക് അദ്ദേഹം മ്യൂസിക് കണ്ടക്ട് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഈ 43 വയസ്സുകൊണ്ടിലാണ് അദ്ദേഹം നിർവഹിച്ച് എന്നത് കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു സംഗതിയാണ്. അത്രയേറെ തീവ്രമായി പരിശ്രമിച്ച അദ്ദേഹം അത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കെടുത്തുകയും അദ്ദേഹം മരണശൈലിയിലെത്തുകയും ചെയ്തു എന്നത് കൂടി ഇതിൻ്റെ ഒരു പരിണത ഫലമാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. പശ്ചാത്തല സംഗീതം ഹോളിവുഡ് തലത്തിലാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. പുതിയ ഇൻസ്ട്രുമെൻറ്റുകൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് കണ്ടു കഴിഞ്ഞാലും അദ്ദേഹം അത് കൈവശമാക്കും. വളരെ ശ്രദ്ധയോടുകൂടി അത് സൂക്ഷിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കും. ആ രീതിയിൽ പുതിയ പുതിയ തലങ്ങൾ സംഗീതത്തിന് നൽകുവാനുള്ള ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1933 ജൂൺ 21 അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു തമിഴ് വെള്ളാള മുതലിയാർ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ഹരികഥാ വിദഗ്ധനായ രാജഗോപാലൻ എന്ന വ്യക്തിയുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. രാജഗോപാലൻ ഭാഗവതർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ച് വീഴുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് സഹായകമായി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഹാർമോണിയത്തിൽ അസാധ്യമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. ഒരുപക്ഷെ ഹാർമോണിയം ആയിരിക്കാം അദ്ദേഹത്തെ ചലച്ചിത്ര ലോകത്തേക്ക് നയിച്ചത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. സംഗീത സംവിധായകൻ MB ശ്രീനിവാസൻ്റെ സഹായിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങി വെച്ചത് ഒട്ടും മോശമായില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ MB ശ്രീനിവാസൻ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് MK അർജുനൻ മാസ്റ്റർ, B ദക്ഷിണാമൂർത്തി എന്നിവർക്ക് വേണ്ടി അദ്ദേഹം സംഗീതം കൈകാര്യം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുകയുണ്ടായി. അതിമനോഹരമായി അർജുനൻ മാസ്റ്ററും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയും ഗാനങ്ങൾക്ക് സംഗീതം നൽകുമ്പോൾ ആ സംഗീതത്തെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള അതിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് അതിൻ്റെ ജീവസുറ്റ രീതിയിലായിരുന്നു നിലനിർത്തുവാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് അത്ഭുതപ്പെടുന്ന രീതിയിലായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അവയുടെ ശുദ്ധതയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ആ സൃഷ്ടിയുടെ കൃത്യമായ മികവും നിലനിർത്തുവാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നം തന്നെ അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഗാനങ്ങൾ നിത്യഹരിതമായി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ സംഗീത സംവിധാനം ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം ഒരുക്കുന്നതിലും പ്രസക്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂസിക് കണ്ടക്ടറായിട്ട് മ്യൂസിക് അറേഞ്ചറുമായി പ്രവർത്തിക്കുക എന്നായിരുന്നു. ആ 2 തലത്തിലും അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ ചെയ്ത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുന്ന രീതിയിലായിരുന്നു എന്നാണ് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നത്. SD ബർമൻ ഹിന്ദിയിൽ നിന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച ചരിത്രവും നമ്മൾ ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. തമിഴ്നാട് തിരുവള്ളൂരിലെ കിഴന്നൂരിൽ അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ സ്ഥാനം.
തമിഴ് പശ്ചാത്തലവും അതുപോലെ തന്നെ മലയാള പശ്ചാത്തലം ഒരുമിച്ച് ചേരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 23 മലയാള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ പുറത്തു വരികയുണ്ടായത്. 127 ഗാനങ്ങൾ അതിൽ ചെയ്യുകയുണ്ടായി. 52 സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകുകയുണ്ടായി. ഇതിൽ 23 മലയാളം സിനിമകളിലാണ് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത്. 100-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു കൂടി നമ്മൾ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം തന്നെ ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഗാനമാണ് പഴശ്ശിരാജയിലെ. ദാർശനിക തലമുള്ള ഒരു ഗാനമായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ഐഷയിലായിരുന്നു സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത്. ഈ 2 ചലച്ചിത്രങ്ങളിലെ സംഗീത സംവിധാനം നിർവഹിച്ച ശേഷം വീണ്ടും തുടർന്ന് അദ്ദേഹം വീണ്ടും സംഗീത സംവിധായകർക്കായി സംഗീത സംവിധാനം നൽകുന്നതിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. സ്വന്തമായി സംഗീതം സംവിധാനം ചെയ്യാതെ അദ്ദേഹം വീണ്ടും സംഗീത സംവിധായകർക്ക് സംഗീത സംവിധാനം ഒരുക്കുന്നതിൽ അദ്ദേഹം സഹായിയായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ അതിലായിരുന്നു സാധ്യത കൂടുതൽ എന്നാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ കരുതിയിരുന്നത്. 7 വർഷത്തിന് ശേഷം 1971 അദ്ദേഹം അനാഥ ശില്പങ്ങൾ എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനത്തിലൂടെ അദ്ദേഹം തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. സംവിധായകൻ പി വേണുവിന് വേണ്ടി നിൻമണിയറയിലെ നീലനിശീതിനി എന്ന് പറയുന്ന ഇന്നും ഓർക്കപ്പെടുന്ന CID നസീറിലെ ഗാനങ്ങൾ അത് അദ്ദേഹം ഒരുക്കുകയുണ്ടായി. ഈ 2 ഗാനങ്ങളും ഇന്നും നമ്മുടെ ഹൃദയങ്ങളെ മുഴക്കുന്ന ഈണമാണ് അത് സൃഷ്ടിച്ചെടുത്തുള്ളത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹം ടാക്സി കാർ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത്. തുടർന്ന് 20ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം, ആ സിനിമകളുടെ പരാജയം അദ്ദേഹത്തിൻ്റെ സിദ്ധി വൈഭവത്തെ പലപ്പോഴും അത് ലോകത്തെ കൃത്യമായി അറിയിക്കുവാനായില്ല എന്നാണ് യാഥാർത്ഥ്യം. ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടുകയുണ്ടായില്ല. അദ്ദേഹം വ്യത്യസ്ത തുറകളിൽ തൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. അതിനിടയിൽ അദ്ദേഹം അധികം വൈകാതെ തന്നെ രോഗിയായതും അദ്ദേഹം മരണപ്പെട്ടതും ചരിത്രത്തിൻ്റെ ഭാഗം. പ്രശസ്തിയോട് ഉത്തുംഗത്തിലായിരുന്നു അദ്ദേഹം മരണം സംഭവിക്കുകയുണ്ടായത്. 12 വയസ്സാണ് ആ കാലഘട്ടത്തിൽ AR റഹ്മാൻ ഉള്ളത്. അതിൻ്റെ AR റഹ്മാൻ്റെ ഒരു ഗാനം അദ്ദേഹത്തെ ചിട്ടപ്പെടുത്തിയത് അദ്ദേഹം തൻ്റെ ഗാനങ്ങൾക്ക് അത് ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ അതായത് ഓരോ 9ാം വയസ്സിലാണ് അത് AR റഹ്മാൻ ആ ഗാനം ചിട്ടപ്പെടുന്നത്. ആ ഗാനം ഇതിൽ ഉപയോഗിക്കുകയും തൻ്റെ മകനിലുള്ള കഴിവ് അദ്ദേഹത്തിന് കൃത്യമായി ആ കാലഘട്ടത്തിൽ തന്നെ വെളിപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. AR റഹ്മാനെ നമ്മൾ വലിയ രീതിയിൽ ഓർക്കുമ്പോഴും ഈ RK ശേഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന് ശേഷം, ആ ബോക്സ് ഓഫീസിലെ പരാജയത്തിന് ശേഷം പിന്നീട് വീണ്ടും അദ്ദേഹത്തിന് ചില അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. MK അർജുനൻ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് എന്ന് പറയാൻ കഴിയും. അർജുനൻ മാസ്റ്ററെ ആദ്യ ചിത്രം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ സിനിമകളിലും ശേഖർ സഹായിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ അർജുനൻ മാസ്റ്ററുടെ കുടുംബമാണ് അദ്ദേഹത്തിന് സഹായിയായി മാറിയത്. എന്തിന് റഹ്മാൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ അർജുനൻ മാസ്റ്ററുടെ സ്വാധീനം അദ്ദേഹം പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുനൻ മാസ്റ്ററും റഹ്മാനും തമ്മിൽ ഇത്രയേറെ ബന്ധം ഇന്നും നിലനിർത്തുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ചോറ്റാനിക്കര എന്ന് പറയുന്ന ചലച്ചിത്രത്തിലാണ് അദ്ദേഹം അവസാനം സംഗീത സംവിധാനം നിർവഹിക്കുകയുണ്ടായത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഗാനമായിരുന്നു അതിലെ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. മധുവിധുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനം പിന്നീട് ഇന്നേ വരെ പുറത്തു വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. മനസ്സിൻ്റെ കാതിൽ എന്ന് പറയുന്ന ചോറ്റാനിക്കര അമ്മയിലെ ആ ഗാനം ഇന്നും മനുഷ്യ മനസ്സുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിലകൊള്ളുന്നതാണ്. ചുട്ട മുതൽ ചുടല വരെ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ഗാനത്തിലൂടെ വളരെ ശ്രദ്ധേയമായൊരു ഗാനത്തിലൂടെ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ ആ അവസാന ഗാനമായി കാണുന്നത് ഈ പറയുന്ന ഈ മനസ്സിൻ്റെ എന്ന് പറയും. ഈ 2 ഗാനങ്ങളും പരിശോധിച്ച ഈ 2 ഗാനങ്ങളുടെയും ഭാവങ്ങൾ അതിൽ നൽകിയ ഈണം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നമുക്ക് പ്രകടമാകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ചുകൊണ്ടാണ് അത് സംവിധാനം ചെയ്യുകയുണ്ടായത്.
എം കെ അർജുനൻ മാസ്റ്ററാണ് അതിൻ്റെ സംഗീതം, ഈ ശേഖർ സംഗീതം നൽകിയ ഈ ഗാനങ്ങൾ ക്രമീകരിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ ഗാനത്തിൻ്റെ പണി പൂർത്തിയാക്കുകയുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും അത് സൃഷ്ടിച്ചോളം ചോറ്റാനിക്കരാമ റിലീസായ ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്നതും ഒരു യാദൃച്ഛികമായ ഒരു സംഭവമായി മാറി. അപ്രകാരം മലയാള ചലച്ചിത്ര ലോകത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഈണങ്ങളിലൂടെ മലയാളിയെ ത്രസിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയം. പക്ഷേ ഈ ഗാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റേതാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ആഷാഢമാസം എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഗാനം, അച്ഛൻ കോവിലാറ്റിലെ എന്ന് പറയുന്ന മറ്റൊരു ഗാനം, നേരത്തെ നമ്മൾ സൂചിച്ച മനസ്സിൻ്റെ താമരപ്പൂ നാണിച്ചു എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഗാനം, ആരോരുമില്ലാത്തെണ്ടി, അതൊരു 6 അടി മണ്ണിൻ്റെ ജന്മി, ആരോരുമില്ലാത്തെണ്ടി 6 അടി മണ്ണിൻ്റെ ജന്മി എന്ന് പറയുന്ന ഗാനവും വളരെ ഫിലോസഫിക്കലായിട്ടുള്ള വളരെ തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു ഗാനമാണ് എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ള ഗാനങ്ങൾ പഴശ്ശിരാജ് മുതൽ ചോറ്റാനിക്കര അമ്മ വരെയുള്ള ചലച്ചിത്രങ്ങൾക്ക് പഴശ്ശിരാജ്, ആയിഷ, അനാഥശില്പങ്ങൾ, സുമംഗലി തുടങ്ങി ചോറ്റാനിക്കരയുള്ള ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീത സമയം നിർവഹിച്ച് വളരെ ശ്രദ്ധേയമായുള്ള ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം ആർ കെ ശേഖറിൻ്റേതാണ് എന്നത് പലർക്കും അറിയില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട. മിസ് മേരിയിലെ നീ എൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ഗാനം, നീ എൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ക്രിസ്തീയ ഭക്തിഗാനം ഇന്നും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഗാനമാണ്. പലപ്പോഴും ഒരു ക്രിസ്തീയതയുടെ ഒരു ആത്മീയത സമ്പൂർണ്ണമായി നിലനിർത്തുന്ന ഒരു ഗാനമായി തന്നെ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഇന്നും അത് വളരെയേറെ പ്രസക്തമായ രീതിയിൽ തന്നെ ക്രൈസ്തവ വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു ഗാനമായി അതിനെ കാണേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നും വളരെ ശ്രദ്ധേയമായിരുന്നു. ചില ചിത്രങ്ങൾ ഹിറ്റാകാതിരുന്നതിനാൽ അതിൻ്റെ പരോക്ഷ ഫലമായി ചില ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ അർഹതപ്പെട്ട ഗാനങ്ങൾ ഹിറ്റാകാതെ പോയതും ഒരു വിധിയുടെ ഒരു വിളയാട്ടമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ യേശുദാസും ജയേന്ദ്രൻ നിറഞ്ഞാടിയ ഘട്ടത്തിൽ ബ്രഹ്മാനന്ദന് അവസരം നൽകുവാൻ അദ്ദേഹം മടികാട്ടുകയുണ്ടായില്ല. പക്ഷെ ബ്രഹ്മാനന്ദന് യേശുദാസിനോടും അതുപോലെ തന്നെ ജയേന്ദ്രനോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ SP ബാലസുബ്രഹ്മണ്യം, ബാലമുരളീകൃഷ്ണൻ തുടങ്ങിയവർക്ക് അവസരം നൽകിയത് ആർ കെ ശേഖറായിരുന്നു എന്ന ചരിത്രം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലൂടെ തീവ്രമായ പ്രവർത്തനങ്ങളിലൂടെ മ്യൂസിക് കണ്ടക്ടർ, മ്യൂസിക് അറേഞ്ചർ, സംഗീത സംവിധായകൻ എന്നീ നിലകളിലൊക്കെ തന്നെ തിളങ്ങിയാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. വളരെ കർശനമായ നിലപാട് അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അത് റഹ്മാനോടാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റുഡിയോയിലാണെങ്കിലും. ഗാനചിത്രീകരണത്തിനിടെ അദ്ദേഹത്തിൻ്റെ കർശനമായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും ഗായകരെയും അതുപോലെ തന്നെ അവിടെയുള്ള സംഗീത ഉപകരണം വായിക്കുന്നവരെയും ഒക്കെ തന്നെ വലിയ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അത്ര തീവ്രമായിട്ടാണ് അദ്ദേഹം നിലപാടെടുക്കുക. അത്ര ജീനിയസ് ആയിരുന്നു യഥാർത്ഥത്തിൽ ആർ കെ ശേഖർ എന്ന് പറയുന്ന വ്യക്തി. AR റഹ്മാനെ പോലെ തന്നെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വളരെ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയത് എന്നത് കൂടി കാണേണ്ടതുണ്ട്. ആർ കെ ശേഖർ ദേശഭക്തി ഗാനങ്ങൾ വളരെ സമർത്ഥമായ രീതിയിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമല്ല എന്നാണ് യാഥാർത്ഥ്യം. ഇതൊന്നും ആർക്കും അറിയാത്ത ഒരു സാഹചര്യമാണെന്ന് പലപ്പോഴും ഉള്ളത്. ആർ കെ ശേഖർ കസ്തൂരിയെ വിവാഹം കഴിക്കുന്നത് തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സൂഫി സന്യാസിയായ കരീമുള്ള ഷാഖാദ്രിയാണ് ഇവരുടെ കുടുംബത്തെ സഹായിച്ചത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ AR റഹ്മാൻ, അവരെക്കാളും അതുപോലെ തന്നെ AR റെയ്ഹാന ഒരു ഗായികയും സംഗീത സംവിധായകയുമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ദിലീപ് എന്നായിരുന്നു റഹ്മാൻ്റെ ആദ്യ പേര്. പിന്നീട് അദ്ദേഹം റഹ്മാനായി മാറുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ സൂഫി സന്യാസിയുള്ള വിശ്വാസം അവരുടെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മരണശേഷം കസ്തൂരിയെ സംബന്ധിച്ച് അവർ പിന്നീട് അവരുടെ പേര് മാറ്റുകയുണ്ടായി. അതിനുശേഷം അവരുടെ പേര് മാറ്റി അവർ മുസ്ലിം മതം സ്വീകരിച്ചു. ആ മുസ്ലിം മതം സ്വീകരിക്കുന്നതിന് പ്രധാന കാരണക്കാരനായത് ഈ പറയുന്ന സൂഫി ആയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അവർ അദ്ദേഹം അത്രയേറെ അവരെ സഹായിച്ചു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കരീമ ബീഗം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കസ്തൂരി പേരുമാറ്റം നൽകി മുസ്ലിം മതത്തിൽ ചേരുമ്പോൾ സ്വീകരിച്ച പേര്. പേരക്കുട്ടികൾ GV പ്രകാശ് കുമാറും അതുപോലെ തന്നെ AR റഹ്മാനും ഒക്കെ ചലച്ചിത്ര ലോകത്ത് തന്നെ ഉണ്ട് എന്നത് കൂടി കാണേണ്ടതാണ്. അപ്പോൾ പരമ്പരാഗതമായി ലഭിച്ച ആ സിദ്ധി
കൃത്യമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എ ആർ റഹ്മാൻ്റെ മരണം വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് കുടുംബത്തിലുണ്ടാക്കിയത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എ ആർ റഹ്മാൻ നേരിടേണ്ടി വന്നു. എ ആർ റഹ്മാൻ അത് പറയുകയുണ്ടായി, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പട്ടിണി മാറ്റുവാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയുണ്ടായത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പിതാവ് വാങ്ങി വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങളൊക്കെ തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത്. അദ്ദേഹം ഗിത്താറിലൊക്കെ തന്നെ പരീക്ഷണം നടത്തി ആദ്യം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലൊക്കെ അദ്ദേഹം എത്തിയ കഥയും ഒക്കെ അദ്ദേഹം വളരെ വാചാലമായി സംസാരിക്കാറുണ്ട്. പക്ഷെ പിതാവ് തന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ ഒരു സംഗീതം അത് സ്വീകരിച്ചപ്പോൾ അത് തനിക്ക് നൽകിയ ആത്മവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി അദ്ദേഹം ഭാവിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. താനൊരു സംഗീത സംവിധാനമാകും എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ തൻ്റെ മനസ്സിൽ കുടിയിരുത്തിയത് ആ സംഭവമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണെങ്കിലും എ ആർ റഹ്മാനെ പോലെ തന്നെ മികവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആർ കെ ശേഖർ എന്ന കാര്യം സംശയമില്ല. പക്ഷേ ആർ കെ ശേഖർ എന്ന് പറയുന്ന ആ വ്യക്തിത്വം ആ കാലഘട്ടത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കാരണം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടത്ര തിളങ്ങുവാൻ കഴിയുകയുണ്ടായില്ല. ചുരുക്കം ഒരു കാലഘട്ടം മാത്രമേ അദ്ദേഹത്തിന് തൻ്റെ ജീവിതയാനം പൂർത്തിയാക്കാൻ ലഭിച്ചുള്ളൂ എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. എ ആർ റഹ്മാൻ പ്രശസ്തനായപ്പോഴാണ് ആർ കെ ശേഖറിനെ പലരും ഓർക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ആർ കെ ശേഖർ എന്ന് പറയുന്ന പ്രതിഭയെ തൊട്ടറിഞ്ഞ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൽ എം പി ശ്രീനിവാസൻ പെടുന്നു, അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി പെടുന്നു, അർജുനൻ മാസ്റ്റർ പെടുന്നു, അങ്ങനെ യേശുദാസ് പെടുന്നു, ജയേന്ദ്രൻ പെടുന്നു, SP ബാലസുബ്രഹ്മണ്യം പെടുന്നു, അതുപോലെ തന്നെ ബാലമുരളീകൃഷ്ണൻ. ഇവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടറിഞ്ഞ വ്യക്തിത്വമാണ്. എ ആർ റഹ്മാൻ ഒരു സമ്പൂർണ്ണ വിജയമായി മാറിയപ്പോൾ എ ആർ റഹ്മാനും പതുക്കെ ആ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഓർക്കപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ പശ്ചാത്തല സംഗീതത്തിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി നിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചു എന്നാണ് യാഥാർത്ഥ്യം. താനൊരു സംഗീത സംവിധാനം ആണെങ്കിൽ പോലും ആ സംഗീത സംവിധാനം ആയിരിക്കെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ അദ്ദേഹം യാതൊരു മടിയും കാട്ടുകയുണ്ടായില്ല. അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ യാതൊരു മടിയും കാട്ടുകയുണ്ട്. താൻ തന്നെ വലിയ ഹിറ്റുകൾ സൃഷ്ടിച്ചത് പോലും മറ്റുള്ളവരെ സഹായിക്കുവാനും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഒട്ടും മടികാട്ടാത്ത ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. കർക്കശക്കാരനായിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. ഒരു സത്യാന്തനായ വ്യക്തിക്ക് മാത്രമേ കർക്കശക്കാരനാകുവാൻ കഴിയുകയുള്ളൂ. ആ കർക്കശ്യം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അത് സംഗീതത്തോട് വേണ്ടിയുള്ള കർക്കശ്യമായിരുന്നു, സംഗീതം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കർക്കശ്യമായിരുന്നു, അതിൽ ശുദ്ധി വരുന്നതിന് വേണ്ടിയുള്ള കർക്കശ്യമായിരുന്നു. ആ കർക്കശ്യമാണ് മലയാളിക്ക് ഇത്രയേറെ മനോഹരമായ ശീലുകൾ, മനോഹരമായ ഈണങ്ങൾ സമ്മാനിച്ച് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്തായാലും എ ആർ റഹ്മാൻ്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിത്വം, എ ആർ റഹ്മാൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തിത്വം യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ്റെ പിതാവ് എന്നല്ല അറിയപ്പെടേണ്ടത്, മറിച്ച് ആർ കെ ശേഖർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആർ കെ ശേഖറിൻ്റെ മകനാണ് എ ആർ റഹ്മാൻ എന്ന് തന്നെയാണ് അറിയപ്പെടേണ്ടത്. അത്രയും മികവുറ്റ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. പക്ഷേ കാലത്തിൻ്റെ ഒരു പ്രത്യേക ഗതിവിഗതികളിൽ റഹ്മാനെ പോലെ മുന്നോട്ട് കുതിക്കാൻ കഴിയാത്തത് ആ കാലഘട്ടത്തിലെ പ്രത്യേക സാഹചര്യമാണ് എന്നത് കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആർ കെ ശേഖർ എന്ന മഹാപ്രതിഭ എ ആർ റഹ്മാൻ്റെ പിതാവ് എന്ന രീതിയിലല്ല, മറിച്ച് അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ശീലുകളിലൂടെ, അദ്ദേഹം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഇനങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കണ്ടക്ടർ എന്നതിൽ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൂടെ, അതുപോലെ തന്നെ ആധുനിക സംഗീതം ഇന്ത്യൻ സിനിമ വ്യവസായ ലോകത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രസക്തിയിലൂടെ, മ്യൂസിക് കണ്ടക്ടർ എന്നതിലും മ്യൂസിക് അറേഞ്ചർ എന്നതിലും അദ്ദേഹത്തിൻ്റെ മികവിലൂടെ അദ്ദേഹം തനതായ സ്വന്തം വഴി സ്വയം വെട്ടിത്തെളിച്ചു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതം അധികം നീട്ടിക്കൊടുത്തില്ല എന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അതിമനോഹരമായ ഈണങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയാതെ വന്ന്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാതാരത്വങ്ങളിൽ അദ്ദേഹം നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.